കേരള സർവകലാശാല ആസ്ഥാനത്ത് നാടകീയമായ നീക്കങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ സർവകലാശാലയിൽ കുറച്ചധികം കാലമായി രാഷ്ട്രീയമായ തള്ളിക്കയറ്റം തന്നെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളുടെ നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും ഇപ്പോൾ ആക്ടിംഗ് വൈസ് ചാൻസലറാണ് ഉള്ളത്. ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗവർണർ സർക്കാർ പോരിൻ്റെ ഒരു പ്രകടമായ ഫലമാണ് ഇത്. കുറച്ചധികം കാലമായി വി സിയുടെ പദവികൾ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന ഈ വലിയൊരു പ്രതിസന്ധി പരിഹരിക്കാൻ ആർക്കും കഴിയുന്നില്ല. കോടതിയുടെ ഇടപെടൽ വന്നാൽ മാത്രം ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വൈസ് ചാൻസലർ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിനിടെ ഇറങ്ങിപ്പോയതിനു ശേഷം സിൻഡിക്കേറ്റ് യോഗം തുടർന്നു. എന്നാൽ ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാർ ഈ യോഗത്തിൽ തുടർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്ടിംഗ് വി സി അദ്ദേഹത്തോട് വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ അപ്രതീക്ഷിതമായ തീരുമാനം അദ്ദേഹം എടുത്തു. ജോയിൻറ്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിച്ചു. ജോയിൻറ്റ് രജിസ്ട്രാർ സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടരുന്നത് ചട്ടലംഘനമാണെന്നാണ് വി സി വിലയിരുത്തുന്നത്. അതേസമയം സസ്പെൻഷൻ ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. രജിസ്ട്രാറായി വീണ്ടും സ്ഥാനമേറ്റതുകൊണ്ട് അനിൽകുമാർ ഹർജി പിൻവലിക്കാനാണ് സാധ്യത. കേസിൽ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും മറുപടി സത്യവാങ്മൂലം ഇന്ന് കോടതി കൊടുക്കുമെന്നറിയുന്നു. വീണ്ടും ഉമേഷ് ബാലകൃഷ്ണനും വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരും. ഉമേഷ്, ഇന്ന് എന്തായാലും ഈ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എന്തെങ്കിലും നാടകീയ സംഭവങ്ങൾ അരങ്ങേറും എന്ന കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ഈ പോരാട്ടങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഗുണമാണ് എന്ന് ചോദിച്ചാൽ അത് വട്ടപൂജ്യമാണ്. പറയൂ. SKN അത് തന്നെയാണ്. വിദ്യാർത്ഥികൾ, അതായത് കേരളത്തിലെ ഏറ്റവും അഭിമാനമുള്ള ആദ്യ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ തന്നെ ദേശീയ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റി, എന്നിട്ട് പോലും ഇവിടെ ഭരണപരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ രജിസ്ട്രാർ വന്ന് ഇവിടെ ചുമതല ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ചുമതല നൽകിയിരുന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ രജിസ്ട്രാറുടെ ചുമതല അല്ലാതായി മാറി. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ രജിസ്ട്രാറാണ്. അദ്ദേഹം രജിസ്ട്രാർ അനിൽകുമാറിന് അവധി നൽകിക്കൊണ്ട് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങൾ വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലറാണ് ഉള്ളത്. നാളെ കൂടി താൽക്കാലിക വൈസ് ചാൻസലറായ സിസ തോമസിനാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ചുമതല. സിസ തോമസിനെ അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായി സിസ തോമസ് നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്പം മുൻപ് സിസ തോമസുമായി സംസാരിക്കുമ്പോൾ സിസ തോമസ് പറയുന്നത് തനിക്ക് ഒരു അവധി അപേക്ഷയും ലഭിച്ചിട്ടില്ല. തനിക്ക് ഒരു അവധി അപേക്ഷ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇതേക്കുറിച്ച് തനിക്ക് അറിയില്ല. 9 മണിക്ക് മുൻപ് ഈ കഴിഞ്ഞ ദിവസം പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന സമയത്ത് സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതായി താൻ അറിയിക്കുകയും അറിയിച്ച ശേഷവും അവിടെ സീനിയർ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവിടെ ഇരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഹരികുമാറിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ് ചെയ്തത്. എന്നാൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ അദ്ദേഹം ലീവിൽ പോയി. പക്ഷേ തന്നെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വൈസ് ചാൻസലർ പറയുന്നത്. അപ്പോഴും ഒരു നിയമപ്രശ്നം. ഇന്നലെ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാർ, അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും അദ്ദേഹം 4 മണിയോടുകൂടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പകരം ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ടിംഗ് ഓഫീസർ രജിസ്ട്രാറാണ്. ഈ സാഹചര്യത്തിൽ രജിസ്ട്രാറിനെ മാത്രം അറിയിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു ഭരണപരമായ തർക്കത്തിലേക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി പോവുകയാണ്. സിസ തോമസ് ഏകദേശം 12 മണിയോടുകൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം തന്നെ രജിസ്ട്രാർ KS അനിൽകുമാർ ഇവിടെ നേരിട്ടെത്തുമെന്നും അറിയുന്നു. എന്തായാലും കോടതിയുടെ നിർദ്ദേശം എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ നോക്കുകയാണ്. കാരണം കോടതിയിൽ അനിൽകുമാർ തന്റെ സസ്പെൻഷനെതിരെ കൊടുത്ത ഹർജി പിൻവലിച്ചു കഴിഞ്ഞാൽ അതിൽ കോടതി ഏതെങ്കിലും തരത്തിലുള്ള കമന്റുകൾ നടത്തുമോ, ഒപ്പം സിസ തോമസ് തന്റെ സ്വന്തം വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം നൽകുമ്പോൾ ആ സത്യവാങ്മൂലം സ്വീകരിച്ചുകൊണ്ട് കോടതി എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുമോ? ഈ 2 കാര്യങ്ങളുമായിരിക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭരണതലത്തിലെ തുടർ നടപടികൾ എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും 10 മണിക്ക് രജിസ്ട്രാർ ഇവിടെ എത്തുമ്പോൾ, 10 മണിക്ക് ശേഷം ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് BJPയിലെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്, ഒപ്പം ABVP അടക്കമുള്ള അംഗങ്ങൾ സെനറ്റ് അംഗങ്ങളായി ഉണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് ഇനി അറിയണം. അതേസമയം സിസ തോമസ് 12 മണിയോടുകൂടി തൊട്ടപ്പുറത്ത് VCയുടെ സെനറ്റ് ഹാളിന് സമീപത്തായിരിക്കും അവർ വരിക. അവിടെ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് പ്രതിഷേധമോ തടയലോ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്നാലും കനത്ത പോലീസ് സുരക്ഷ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും സീനിയർ ജോയിന്റ് രജിസ്ട്രാർ അവധിക്ക് നൽകിയ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ആക്ടിംഗ് VC ഡോക്ടർ സിസ തോമസ് അറിയിച്ചിരിക്കുന്നത്. ഇനി വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഹൈക്കോടതിയിൽ ഇന്ന് ഇവരെല്ലാം എത്തുന്നുണ്ട്. മാത്രമല്ല രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹർജി പിൻവലിക്കും എന്നറിയുന്നു. ഹർജി പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ കോടതി ഈ കാര്യത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്ന കാര്യം, പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് ഒരു കാര്യം തന്നെ ആകും. എന്തൊക്കെയാണ് വിവരങ്ങൾ?
കോടതിയിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇന്ന് നിർണായക ഇടപെടലുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പ്രാധാന്യം ഈ ഹർജി നൽകിയത് KS അനിൽകുമാറാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ച പശ്ചാത്തലത്തിൽ താൻ ഹർജി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ഇന്ന് അനിൽകുമാർ കോടതിയെ അറിയിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിനോടും അതോടൊപ്പം VC-യോടും രണ്ടുപേരും രണ്ട് തട്ടിലാണെന്ന് കോടതി പറയുകയും രണ്ടുപേരും സെപ്പറേറ്റ് വിശദീകരണം നൽകണം, സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ രണ്ട് സത്യവാങ്മൂലങ്ങളും ഇന്ന് കോടതിയിൽ എത്തും. രണ്ട് നിയമസാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതിൽ ഒന്ന്, ഈ സിൻഡിക്കേറ്റിന്റെ നടപടി അത് ചോദ്യം ചെയ്തുകൊണ്ട് VC-ക്ക് മറ്റൊരു ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ VC-യുടെ അനുവാദമില്ലാതെ VC പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗം അത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്നുള്ളത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ചാൻസലർക്കുണ്ട്. ചാൻസലർ എന്നാൽ ഗവർണറാണ്. അപ്പോൾ ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കോടതിയെ സമീപിക്കുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നു. ഈ രണ്ട് സാധ്യതയാണ് നിയമപരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉള്ളത്. ഒപ്പം കോടതിയുടെ കമന്റുകൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഭാരതാംബ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ കോടതി അതിരൂക്ഷ വിമർശനം രജിസ്ട്രാർക്കെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ നിലവിൽ അന്ന് ജസ്റ്റിസ് നഗരേഷാണ് ഈ കേസ് പരിഗണിച്ചത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന DK സിംഗിന്റെ ബെഞ്ചിലാണ് ഹർജി ഉള്ളത്. ഹർജി 14ാമത്തെ ഐറ്റമായി രാവിലെ തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയിൽ ഈ രണ്ട് വിഭാഗങ്ങളും സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ VC-യും സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഏറെ നിർണായകം. ഒപ്പം ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുമോ അല്ലെങ്കിൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമോ എന്നുള്ള ഒരു സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. VC-ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ് പ്രത്യേക അഭിഭാഷകനായി ഹാജരാകുന്നത്. SK ാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ കൂടി ചേരുന്നു. വിലയും അതിനാടകീയത കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഈ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിലനിൽക്കുകയാണ്. ഈ നാടകാന്തം കുട്ടികളുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വൈസ് ചാൻസലർ WISC, ഈ ചാൻസലർ വൈസായി പ്രവർത്തിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ തീരും. പക്ഷേ VICE ചാൻസലറും എങ്ങനെ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് കാര്യക്ഷമമായ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ പോര് കടുക്കാൻ തന്നെയാണ് സാധ്യത. B. ദിലീപ് കുമാർ. കേരള സർവകലാശാലയിലെ പോര് എല്ലാ നിയന്ത്രണങ്ങളും മറികടക്കുകയാണ്. അനുനിമിഷം അവിടുത്തെ സ്ഥിതിഗതികൾ മാറുകയാണ്. സിൻഡിക്കേറ്റ് ഒരു വശത്തും വൈസ് ചാൻസലർ മറുവശത്തുമായി നിൽക്കുന്നു. അത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ മാത്രമല്ല, താൽക്കാലിക ചുമതല നൽകിയ VC പോലും ഇക്കാര്യത്തിൽ ഒരു പക്ഷം ചേരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. എന്നാൽ VC ആകട്ടെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സിസി തോമസ് ചെയ്തത്. അങ്ങനെ രണ്ട് വശത്തായി, രാഷ്ട്രീയമായി രണ്ട് വശങ്ങളിലോ എന്ന് തോന്നിപ്പിക്കും വിധം ഈ അക്കാദമിക് സംവിധാനത്തെ, കേരള സർവകലാശാലയെ മാറ്റും വിധമാണ് ഇപ്പോൾ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും രണ്ടു പക്ഷത്തു നിന്ന് ചേരിപ്പോര് നടത്തുന്നത്. ഇതിൽ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തിരുന്നു നേരത്തെ. അതിനുശേഷം VC റഷ്യയിലേക്ക് പോയി. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഈ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നില്ല. താൽക്കാലിക VC ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു. അങ്ങനെ ആ സംഭവങ്ങളെ തുടർന്ന് സിൻഡിക്കേറ്റ് തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പകരം നേരത്തെ VC ചുമതല നൽകിയിരുന്ന ആളാകട്ടെ ഡോക്ടർ ഹരികുമാർ, അദ്ദേഹം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ് VC ഇപ്പോൾ ആരോപിക്കുന്ന കുറ്റം. അതുകൊണ്ട് ഈ രജിസ്ട്രാർ, താൽക്കാലിക ചുമതല നൽകിയിരുന്ന സീനിയർ രജിസ്ട്രാറും ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയിട്ടില്ല. അങ്ങനെ നിരവധി നാടകീയ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ കേരള സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത്. സർവകലാശാല മാത്രമല്ല, ഇത് ലോകമാകെ ഇത്തരത്തിലുള്ള ഒരു ചേരിപ്പോരിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ തന്നെ സിൻഡിക്കേറ്റിന്റെ നിലപാട് അറിയിക്കുകയായിരിക്കും കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയ്യുക. VC-യുടെ നിലപാട് അറിയിക്കുന്നത് അഭിഭാഷകനാണ്. VC തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനെയാണ് അത് ഇന്ന് സർവകലാശാലയുടെ നിലപാട് അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ ചേരിപ്പോരിലേക്ക് മാറുകയാണ്. ആർക്കാണ് ഇക്കാര്യത്തിലുള്ള അധികാരം, നടപടിയെടുക്കാനുള്ള അധികാരം, സർവകലാശാലയുടെ അക്കാദമിക് കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിലൊക്കെ ആർക്കാണ് അധികാരം എന്ന ഒരു ചേരിപ്പോരിലേക്ക്, വടംവലിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. SK B. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.